എല്ലാവർക്കും നമസ്കാരം. കാര്യങ്ങൾ വളരെ ഈസിയാക്കാൻ വേണ്ടി PSC കോഡ് എന്ന് പറഞ്ഞൊരു പുതിയ സെഷൻ നമ്മൾ തുടങ്ങുകയാണ്. അതായത് ചില കോൺസെപ്റ്റ്സ് നമ്മൾ കോഡ് വഴി മനസ്സിലാക്കാനും കുറേ കൂടെ രസകരമായിട്ട് പഠിക്കാനും എന്നതാണ് ഉദ്ദേശം. അപ്പോൾ ഇന്ന് നമ്മൾ സ്ഥിതികോർജ്ജവുമായി ബന്ധപ്പെട്ടൊരു കോഡ് ആണ് പഠിക്കുന്നത്. അപ്പോൾ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ഓർക്കേണ്ടത്? ഹൈറ്റാണ് ഓർക്കേണ്ടത്. സ്ഥിതികോർജ്ജം അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഹൈറ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഒരു വസ്തുവിന് സ്ഥിതികോർജ്ജം ഉണ്ടാവുക എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് അതിൻ്റെ ഹൈറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്ഥിതികോർജ്ജം സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ബേസിക്കലി എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? M പിണ്ഡം എന്ന് പറയുന്നത് എന്താ? മാസ്സാണ്. G ത്വരണം എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. H എന്ന് പറയുന്ന ഉയരം, ഹൈറ്റ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ടത് ഹൈറ്റാണ്, H അല്ലേ? അതുകൊണ്ടാണ് ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു വസ്തുവിൻ്റെ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh എന്ന ഇക്വേഷൻ നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ് ഒന്ന് പറയാം ഞാൻ. പൊട്ടൻഷ്യലുള്ള അനേകം കുട്ടികളെ വാർത്തെടുക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതാണ് കോഡ്. പൊട്ടൻഷ്യലുള്ള അനേകം കുട്ടികളെ വാർത്തെടുക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു കുന്നിൻ്റെ മുകളിലാണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയായി ബന്ധപ്പെട്ടതാണ്. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ mg ഒരു കുന്നിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഹില്ല്, mgh. കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഹില്ലെന്ന് ഓർക്കണം, ഹൈറ്റ് എന്ന് ഓർക്കണം. കുന്നിന് ഹൈറ്റ് ഉണ്ടാവും, അപ്പോൾ ഹൈറ്റ് എന്ന് ഓർക്കണം, അതാണ് mgh. അപ്പോൾ പൊട്ടൻഷ്യലുള്ള അനേകം കുട്ടികളെ വാർത്തെടുക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു കുന്നിൻ്റെ മുകളിലാണ്, mgh. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh, വേറെ m is equal to mass, g is equal to acceleration due to gravity and h is height. ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ഓർത്ത് വെക്കാനുള്ള കോഡ്. ഇതല്ലാതെ ഓർത്ത് വെക്കുന്നവരുണ്ട്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം എന്ന രീതിയിലാണ് ഇങ്ങനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.